25 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് എറണാകുളത്ത് നടന്നിരിക്കുന്നു. സൈബർ സെല്ല് എറണാകുളം യൂണിറ്റ് അത് പറ്റി അന്വേഷിക്കുന്നു. 41കാരനായ ഒരു വ്യക്തി ഓൺലൈൻ ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പതിവ്. അയാളുടെയാണ് 25 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ട കോടി രൂപ അത് ക്യാപിറ്റലിക്സ് എന്ന ഒരു വ്യാജ ട്രേഡിംഗ് നയം വഴിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഇപ്പം സൈബർ സെല്ല് കണ്ടെത്തിയിരിക്കുന്നത്. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് സ്ഥാപനം അതിൻ്റെ ഹെഡ് ഓഫീസ് സൈപ്രസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഈ സ്ഥാപനം ക്യാപിറ്റലിക്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലുമാണ്. അപ്പോൾ ആ തട്ടിപ്പിൻ്റെ ആ കേന്ദ്രം സൈപ്രസ് ആണെങ്കിലും ഈ ക്യാപിറ്റലിക്സ് എന്ന ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിലുമാണ്. അപ്പം ഇതിൽ കൂടെ തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ അതാരാണ് അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കയിലും അല്ലെങ്കിൽ സൈപ്രസിലൊക്കെ പോയി അന്വേഷണം നടത്തി ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. പക്ഷേ സൈപ്രസിൽ ഈ പണം സഞ്ചരിച്ച വഴിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു 3.5 ലക്ഷം രൂപ ഹൈദരാബാദിലെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അത് പാലാരിവട്ടം ഫെഡറൽ ബാങ്കിലെ ഒരു അക്കൗണ്ടിലേക്ക് 3.5 ലക്ഷം വന്നിരിക്കുന്നു. ആ ഫെഡറൽ ബാങ്കിലെ വന്ന 3.5 ലക്ഷം രൂപ അവർ കൊല്ലംകാരിയായ ജി സുജിത എന്ന സ്ത്രീയുടെ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. അവരത് ആ 3.5 ലക്ഷം രൂപ വിദേശ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. വിദേശ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ കമ്മീഷൻ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തു സൈബർ ക്രൈം വിങ്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം അവരുടെ അക്കൗണ്ടിലേക്കും ഒരു സമയത്ത് ഈ ട്രേഡ് നടത്തിയ 41കാരൻ പണം അയച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് കമ്പനി വഴിയാണ് ഈ തട്ടിപ്പ് 26 കോടി നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ബാങ്കുകളിലേക്ക് ഈ തട്ടിച്ച പണം പല ബാങ്കുകളിലെ അക്കൗണ്ടിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരാദ്യം ഇത് പരിചയപ്പെടുന്നത് ഈ ട്രേഡിംഗ് ആപ്പുമായിട്ട് ബന്ധപ്പെടുന്ന വാട്സാപ്പിൽ കൂടെയാണ്. പിന്നീട് വാട്സാപ്പിലെ ആ ടോക്കൺ മാറ്റി ടെലിഗ്രാമിൽ കൂടെയായി. യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു. അതേസമയത്ത് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന US-ലാണ്. 16 കോടി രൂപ ഹൈദരാബാദിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ആദ്യം പോയിരിക്കുന്നത്. ആ അക്കൗണ്ടിലെ ഉടമസ്ഥൻ ഇപ്പോൾ ഇതേ തട്ടിപ്പ് നടത്തിയാൽ ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. സുജിത കൊല്ലംകാരിക്ക് പല അക്കൗണ്ടും ഉണ്ടെന്ന് സൈബർ സെല്ല് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവർക്ക് തട്ടിപ്പിലൂടെ വരുന്ന പണം വിദേശത്ത് അയച്ചു കൊടുത്ത് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. സുജിതയെ പോലീസ് സൈബർ സെല്ല് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അവരെ ഇനി കസ്റ്റഡിയിലേക്ക് വാങ്ങും. കാരണം എത്ര നാളായി അവർ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഈ ക്യാപിറ്റലിക്സ് മാത്രമാണോ അവർ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കള്ളപ്പണം അവർ തട്ടിയെടുക്കുന്നത്? വേറെ ഈ രീതിയിലുള്ള കമ്പനികളുണ്ടോ? കാരണം ഇതിനകത്ത് 16 കോടി രൂപ പോയിരിക്കുന്നത് ഹൈദരാബാദിലെ ഒരു അക്കൗണ്ടിലാണ്. അയാളുടെ ചരിത്രം കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. അയാൾ സമാനമായ രീതിയിൽ ഒരു കേസിനകത്ത് ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്നാലും അയാളുടെ അക്കൗണ്ട് ലൈവാണ്. ആ ലൈവായ അക്കൗണ്ടിലേക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. കാരണം ഇപ്പം നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാങ്കിനെ ഒന്നും സമീപിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഗൂഗിൾ പേ അങ്ങനെയുള്ള പല ആപ്പുകളുണ്ടെങ്കിൽ പെട്ടെന്ന് പണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് ആപ്പിൽ ഉള്ള പലർക്കും പണം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഇതുപോലുള്ള വ്യാജമായ ആപ്പിലേക്ക് പണം അയച്ച് അങ്ങനെ അതിന് കൂടുതൽ ക്രെഡിറ്റ് വരും. ആ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ നമ്മൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പം അത് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. പല സാങ്കേതിക പ്രശ്നങ്ങളും. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നിന് കൂടുതൽ പണം മോഹിച്ച് അയക്കുന്ന പണങ്ങളെല്ലാം തിരിച്ച് കിട്ടും, തിരിച്ച് ക്യാഷ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ
ഈ ഒരു കേസിനകത്ത് അത് വന്നിട്ടില്ല. കാരണം അത് സ്പ്ലിറ്റായി ഇന്ത്യയിലെ തന്നെ വലിയ ബാങ്കുകളിലൊക്കെ പല അക്കൗണ്ടിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് ഈ 25 കോടിയിലെ 16 കോടി ഒരു അക്കൗണ്ടിലേക്ക് പോയതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോഴാണ് കൊല്ലംകാരിയെ കണ്ടെത്തി കഴിഞ്ഞത്. അവർക്ക് എറണാകുളത്ത് ഒരു ബാങ്കിൽ അക്കൗണ്ടുണ്ട്, അവിടെ വച്ച് പിടി വീണു. 3.5 ലക്ഷം വന്ന ആ എമൗണ്ട് വിദേശത്തേക്ക് തന്നെ പോയിരിക്കുന്നു. അത് വിദേശത്തേക്ക് അയക്കാൻ ഇവർക്ക് അറിയാം, അതിനുള്ള സൗകര്യം ഇവർക്കുണ്ട്, അതിൻ്റെ കമ്മീഷനും ഇവർക്ക് കിട്ടുന്നു. തട്ടിപ്പ് മേഖലകൾ വളരെ വിപുലമാണ്. നമുക്ക് തട്ടിച്ചു പോയ പണം തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. ആളെ കണ്ടെത്തി പ്രോസിക്യൂട്ട് ചെയ്യാൻ, കാരണം ആ ആളുടെ കയ്യിൽ നിന്നും അത് പല രീതിയിലും പല രാജ്യങ്ങളിലേക്കും അത് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. പലരും ദേഹമനക്കാതെ പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും പുറത്താണ് ഇതുപോലെയുള്ള തട്ടിപ്പിലേക്ക് ചെന്ന് ചാടുന്നത്. അങ്ങനെ ചാടുന്നവർക്ക് പണം നഷ്ടപ്പെടും. അതിന് യാതൊരു സംശയമില്ല. അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്.